അടി 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 മുടിഞ്ഞടി എന്ന് പറഞ്ഞാൽ മുടിഞ്ഞടി. അതായത് ഒരുത്തൻ പറയാ പോടാന്ന് വിളിച്ചാൽ പാറ്റ നീ ആരടാ പോടാന്ന് വിളിക്കാം, നീ ആരടാ പോടാന്ന് വിളിക്കാം, നീ ആരടാ പോടാന്ന് വിളിക്കാം, പോടാ പുല്ലേ എന്ന് പറഞ്ഞു. ഇതാണ് ഇവരുടെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ ഒരുത്തൻ വിളിച്ചത് സാധനം തിരിച്ചൊരു 5 വട്ടം വിളിക്കും. ഇപ്പൊ ഓനിയൻ എന്ന് പറയുന്ന ഒരുത്തനാ ഈ നമ്മുടെ അക്ബർ കൂട്ടിയിട്ട് ഒരു തെറി വിളിക്കുന്നത് 25 പ്രാവശ്യം അവൻ തന്നെ ആ തെറി തിരിച്ചു വിളിച്ചു അവിടുന്ന്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. എന്നിട്ട് പറയുകയാണ് അക്ബറിനെതിരെ നടപടി എടുക്കണം. അതിലും വലിയ തൊട്ടിത്തരാന്ന് ഇവര് കാണിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇപ്പോഴ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുടിഞ്ഞടി തന്നെയാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം അനീഷ് മാത്രമാണെങ്കിൽ ഇപ്പൊ അനീഷിന്റെ കൂട്ടത്തില് അക്ബർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഷാനവാസിന്റെ കൂട്ടത്തില് ഓനിയല്, പിന്നെ ശരത് അപ്പാനി അപ്പുറത്തുമില്ല ഇപ്പുറത്തുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ശരത് അപ്പാനിക്ക് അനീഷിനെ അടിക്കണം, അതിനു വേണ്ടിയിട്ടാണ് എങ്ങനെയെങ്കിലും അവനെ അടിക്കണം. അതിനു വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അനീഷിനെ കൈ വെക്കണം. അവന് അതിനു വേണ്ടിയിട്ട് അവരെ കൈ ഇങ്ങനെ തരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന സിനിമയിൽ നിന്നും ഇപ്പോഴെന്ന് പറഞ്ഞാൽ സിനിമ അതിന്റെ ഹാങ് ഓവറും കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ശരത് അപ്പാനി. അതുകൊണ്ടാണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്നെ നാട്ടിൽ അന്വേഷിച്ചു നോക്കടാ, എന്നെ വീട്ടിൽ അന്വേഷിച്ചു നോക്കടാ, ഞാൻ ആരാണെന്ന് അവർ പറയടാന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് വീട്ടിലും നാട്ടിലും അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇവൻ വലിയ ഗുണ്ടയാണെന്ന് എന്നാണ് ഇവൻ പറയുന്നത്. ഏതായാലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ സംഭവങ്ങളൊക്കെ പോകുന്നത്. പിന്നെ അവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ പ്രശ്നത്തിലാണ്. അതായത് കിച്ചൺ ടീം പറയുകയാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇട്ടുള്ള ടൈമിന് ഉണ്ടാക്കി തരും എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് ഭക്ഷണമായാലും ഇനി എന്തെന്നായി കഴിഞ്ഞാലും അവന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തിമിർ കൂടുതലാ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിക്കരുത് തന്നെ ഞാൻ പറയുള്ളൂ. ഞാൻ കിച്ചൺ ടീമിന്റെ ഭാഗത്താണ്. കാരണം അവിടെയുള്ള സാധനങ്ങൾ വെച്ച് അവർ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഓനിയൽ എന്ന് പറയുന്നവൻ ഉണ്ടാക്കുമ്പോൾ 12 മണിക്കാണ് യുവമാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇപ്പോഴവന് 10 മണിക്ക് സാധനം കിട്ടിയില്ലെങ്കിൽ ബെറിയൽ അളവും പോലും. അപ്പൊ അവരുണ്ടാക്കുമ്പോൾ 12 മണിയായാലും കുഴപ്പമില്ല, ആരും പരാതിയും പറയില്ല. പരാതി പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ ടീമാണ് നിന്നുള്ളത്. അത് കൃത്യമായിട്ട് അനീഷ് ഇന്ന് പൊളിച്ച് കയ്യിൽ കൊടുത്തു. അതായത് ഇവരൊക്കെ ചെയ്യുമ്പോൾ 11:30 12 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. അത് ഊണ് കൊടുക്കുന്നത് 3 മണിക്ക് 3:30 മണിക്കാണ്. ഇന്ന് അത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ അനീഷ് എന്ന് പറയുന്ന ഒരുത്തൻ പൊളിച്ച് കയ്യിൽ കൊടുത്തപ്പോഴേ ഇവന്മാർ ബബ്ബ അടിക്കുകയാണ്. പിന്നെ ഷാനവാസായാലും ഓനിയലായാലും ചെറിയ കുട്ടികളെ പോലെയാണ്. ബിഗ് ബോസിനോട് ഒരു പരാതി പറയാ, ബിഗ് ബോസ് എന്നെ വിളിച്ചു, ബിഗ് ബോസ്. ഇതിലും വലിയ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അന്നേരം ഇവന്റെ ഒരു കൂട്ടിയിട്ടില്ല ഒരു സാധനം വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അതൊന്നും ആരെ അറിയിക്കും കൂടി വേണ്ട എന്നുള്ളതാണ്. അതൊന്നും വലിയ കാര്യമാണോ ഇവിടെ? അതായത് ഇവൻ എന്തോ ഒരു വലിയ ഈഗോ പിടിച്ചോ, ഇവനൊന്നും യൂസ് ചെയ്യാത്ത വാക്കുകളാണോ? അക്ബർ ഇപ്പൊ അത് യൂസ് ചെയ്തു, ശരിയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രേണു സുധിയെ സബ്ജക്റ്റ് ആകുന്ന അത് ശരിയാണ്, ഓക്കെ. എന്നാൽ അതങ്ങ് കളിയിൽ കഴിഞ്ഞു എന്നല്ലാതെ അതിൽ വലിയൊരു ഇതുണ്ടാക്കിയിട്ട് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ 2 ദിവസം മുമ്പ് എന്തോ വിരലിന്റെ പ്രശ്നം എന്തോ ഉണ്ടായിരുന്നല്ലോ, അതൊന്നും ചോദിച്ചില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഓനിയൻ സാബു എന്ന് പറയുന്നവൻ വെറും വേസ്റ്റാന്നേ ഞാൻ പറയുള്ളൂ, വെറും പമ്പര വേസ്റ്റ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ അവന്റെ പേര്, ആ ഒരു മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു ചെങ്ങായില്ല, അവരുടെ പേര് പോലും എനിക്കറിയില്ല, നിവിൻ, അവനും ഭൂലോക വേസ്റ്റാണ്. പിന്നെ സരിക കലാഭവൻ ദൈവത്തെ ഓർത്തിട്ട് അതിനെല്ലാം ഒന്ന് ഇറക്കി വിടാറുണ്ട്. എന്തിനാ അതൊക്കെയായിരുന്നു? പിന്നെ ബൊമ്മ പോലെ നിൽക്കുന്ന നമ്മുടെ ശൈത്യ എന്ന് പറയുന്ന ഈ ശൈത്യത്തിൽ പോലും അനങ്ങുന്നില്ല എന്നുള്ളതാണ്. കുറച്ച് തണുപ്പടിച്ചാലെങ്കിലും അത് അനങ്ങണ്ടേ, അത് എന്നിട്ട് പോലും അനങ്ങുന്നില്ല. ആ ശൈത്യത്തെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇവിടെ കർക്കിടക മാസം കഴിഞ്ഞു എന്നിട്ടും ഇപ്പോഴും ശൈത്യത്തിൽ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാനാണ്? അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാ ടീമും, അതാ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ പിടിച്ച് ഒഴിവാക്കണമായിരുന്നു. ഓനിയൽ ഇപ്പോൾ പറയുന്നത് എന്നെ എമ്മ വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അതിലും വലിയ കുഴപ്പം ഞാൻ പറഞ്ഞല്ലോ, കിച്ചൺ ടീമിൽ മൊത്തം ഇന്ന് കുഴപ്പം തന്നെയാണ്. പിന്നെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അനീഷ് എന്ന് പറഞ്ഞ ഒരുത്തനായിട്ട് ഉള്ളത് കൊണ്ട് ഓനെ പോയി ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഓൻ എന്തെങ്കിലും തിരിച്ചു പറയും എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് യോമാർ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഓനെ ടാർഗറ്റ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വേറെ ഒന്നുമല്ല. അനീഷിനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുക തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഷാനവാസിന് ഇന്നലത്തെ ദേഷ്യം കൊണ്ട് കുറച്ചല്ല നല്ല രീതിയിലുള്ള ദേഷ്യമുണ്ട്, അപ്പാനിക്കും നല്ല രീതിയിലുള്ള ദേഷ്യമുണ്ട്. പിന്നെ അപ്പാനിയും ഷാനവാസും തമ്മിലൊന്ന് വരച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരത്ത് അപ്പാനി എന്ന് പറയുന്നവൻ അക്ബറിന്റെ കൂട്ടാണ്. അപ്പൊ അക്ബറിന്റെ കൂട്ടാകുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവന്റെ ഭാഗത്ത് കൂടാനും പറ്റൂല. അക്ബർ ആണെങ്കിൽ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ കൂട്ടാണ്, കാരണം അനീഷാണല്ലോ ഇതിന്റെ ടീം ലീഡർ. അപ്പൊ അങ്ങനെ ഇവര് തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കൺഫ്യൂഷനിലുള്ളത് ഇത് ആരെ ഭാഗത്ത് കൂടണമെന്ന്. പക്ഷെ അപ്പാനി ഒരു കാരണവശാലും അനീഷിന്റെ ഭാഗത്ത് കൂടത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, അനീഷിനെ തല്ലണം അടിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ നടക്കുന്നത്. അവൻ എവിടെയെങ്കിലും വെച്ച് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് ഉള്ളതുപോലെ തന്നെയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.